എല്ലാ സഹോദരങ്ങൾക്കും ഉഗാണ്ടയിലെ ഒരു മലയാളിയുടെ കുടുംബത്തിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇത് ലേക്ക് വിക്ടോറിയയുടെ ഒരു വിങ്ങാണ്. ഉഗാണ്ട എന്ന് പറയുമ്പോൾ ലേക്ക് വിക്ടോറിയയാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ ഇവിടെ നിന്നായിരുന്നു ഞാൻ ലൈവ് ചെയ്തത്. ഇവിടെ ഞങ്ങൾ സൺസെറ്റ് കാണാൻ ചില ദിവസങ്ങളിലൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇന്ന് സൺസെറ്റ് കാണാനായിട്ട് വന്നതായിരുന്നു. പക്ഷേ ഇന്ന് ക്ലൗഡായിരുന്നു ഭയങ്കര. അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോരുകയാണ്. ഇപ്പോൾ ആ ഫ്രണ്ടിൽ കണ്ട വണ്ടിയുണ്ടല്ലോ, അത് ഇവിടുത്തെ പോലീസ് പെട്രോളിങ്ങിൻ്റെയാണ്. അവരങ്ങനെയാണ് ഇവിടെ സാധാരണ വണ്ടികൾ പോകുന്നത്. അപ്പം പോരുന്ന വഴിക്ക് നമ്മൾ തൊട്ടടുത്തുള്ള ടൗൺ, ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ടൗണാണിത്. ബുസിയ എന്ന് പറയും, ബോർഡറാണ് ഉഗാണ്ട കെനിയ. അപ്പോൾ അവിടെ സൂപ്പർ മാർക്കറ്റിലൊന്ന് കയറിയതാണ് അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ എടുക്കാനായിട്ട്. അപ്പോൾ എനിക്ക് എന്തൊക്കെയാണോ വേണ്ടത് ആ ഭാഗങ്ങൾ മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ, കാരണം ഇത് രാത്രിയായിട്ടുണ്ട്. അപ്പം അത്യാവശ്യ സാധനങ്ങളൊന്ന് എടുക്കാനായിട്ട് ഞാൻ വന്നതാണ്. സൂപ്പർ മാർക്കറ്റ് ഇവിടെ തന്നെ, ഈ ഒരു സ്ഥലത്ത് തന്നെ 6 ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റുണ്ട്. എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. പിന്നെ എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് നാട്ടിലുള്ള സാധനങ്ങളൊക്കെ കിട്ടുമോയെന്ന്. കണ്ട മല്ലിയാണിത്. അതുപോലെ എല്ലാ സാധനങ്ങളും കിട്ടും. ചില സാധനങ്ങൾക്ക് മാത്രം നമുക്ക് അത്ര നല്ല സാധനങ്ങൾ കിട്ടത്തില്ല. കിട്ടും എന്ന് മാത്രമേ ഉള്ളൂ. ചിലത് ഒരു 4-5 ഐറ്റം അത്ര ക്ലിയറായിട്ട് കിട്ടത്തില്ല. ബാക്കി എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. പരിപ്പ്, ഉഴുന്ന്, പയർ, അങ്ങനെ നമ്മുടെ ചെറുപയറില്ല, പച്ചപ്പയർ, അതിനിവിടെ തീരെ വില കുറവാണ് കേട്ടോ. അതിവർ ഒരുപാട് കൃഷി ചെയ്യും ഇവിടെ. അപ്പം നമുക്ക് ഈ ഫീൽഡിൽ നിന്ന് ചെയ്ത് കൊണ്ടുവരുന്നവരുടെ കയ്യിൽ നിന്ന് 2-3 കിലോ വാങ്ങിച്ച് കഴുകി ഉണക്കി സൂക്ഷിക്കുകയാണ് പതിവ്. അപ്പോൾ അതിനൊക്കെ വില കുറവാണ്. അപ്പോൾ ഇഡ്ഡലി റവയാണ് നോർത്ത് ഇന്ത്യൻസ് കൂടുതലും ഉപയോഗിക്കുന്നത്. ഇത് നോർത്ത് ഇന്ത്യൻസിൻ്റെ കടയാണ്. അപ്പം കൂടുതലും അവിടുന്ന് വന്നിരിക്കുന്ന സാധനങ്ങളാണ്. അവൽ എല്ലാം കിട്ടും കേട്ടോ. എല്ലാ പൂജാ സാധനങ്ങൾ, അമ്പലങ്ങളൊക്കെ ഒരുപാടുണ്ട്. അപ്പം പൂജാ സാധനങ്ങൾ അങ്ങനെ എല്ലാം കിട്ടും ഇവിടെ. അപ്പോൾ ഇവർക്ക് ഈ ഉഴുന്നില്ലേ, ഉഴുന്നിൻ്റെ പരിപ്പിന് പകരം പൊടി കിട്ടും. അപ്പോൾ കൂടുതൽ ഇവരതാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ കൂട്ടിങ്ങനെ ആട്ടിയല്ല എടുക്കുന്നത്. ഇവർ ഇഡലി റവയും ഈ ഉഴുന്നുപൊടിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ച് പിറ്റേന്ന് ഉണ്ടാക്കുകയാണ്. അപ്പോൾ അരിപ്പൊടി കാണുമല്ലോ, അപ്പോൾ അരിപ്പൊടിയാണെങ്കിൽ അരിപ്പൊടിയും ഉഴുന്നുപൊടിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്താണ് ഇവർ കൂടുതലും ഉണ്ടാക്കുന്നത്. അപ്പോൾ കേക്ക് ഉണ്ടാക്കുന്ന സാധനങ്ങൾ, അങ്ങനെ എല്ലാ സംഗതികളും കിട്ടും. എല്ലാ സാധനങ്ങളും കിട്ടും. അഥവാ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത ദിവസം കൊണ്ടുവച്ചിട്ട് നമ്മൾ വന്നു കഴിയുമ്പോൾ നമ്മളെ വിളിച്ച് പറയും. അങ്ങനെയാണ് എല്ലാ സംഗതികൾക്കും. ദൂരെ എങ്ങും പോകേണ്ട, അടുത്ത് തന്നെ കിട്ടുമല്ല. പിന്നെ പരിപ്പ് നമ്മളാണെങ്കിൽ 1-2 ടൈപ്പ് പരിപ്പൊക്കെ അല്ലേ ഉപയോഗിക്കുകയുള്ളൂ. ഈ നോർത്ത് ഇന്ത്യൻസ് ഒരുപാട് തരം പരിപ്പ് ഉപയോഗിക്കുന്നത് കൊണ്ട് എല്ലാ തരം പരിപ്പുകളും കിട്ടും. പരിപ്പുകൾ, പയറുകൾ, അങ്ങനെയെല്ലാം കിട്ടും. പിന്നെ പയറുകളെല്ലാം ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഒരുപാട് ടൈപ്പ് പയറുകൾ ഇവിടെ തന്നെ കിട്ടും. ഇപ്പോൾ ഇത് എന്തൊക്കെ സാധനങ്ങൾ കിട്ടും എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് ഞാൻ എപ്പോഴും ഓർക്കും സൂപ്പർ മാർക്കറ്റുകളിൽ വന്നിട്ടൊന്ന് കാണിച്ച് തരണമെന്ന്. പക്ഷേ അന്നേരം ചിലപ്പം തിരക്ക് കൂടിയല്ലേ നമ്മൾ വരുന്നത്. വന്നു കഴിയുമ്പോഴത്തേക്ക് എല്ലാം ഒന്നും എടുക്കാനൊന്നും ചിലപ്പം പറ്റിയെന്ന് വരത്തില്ല. ഇത് സാധാരണ നമ്മൾ വരുന്ന ഒരു സൂപ്പർ മാർക്കറ്റാണെങ്കിലും ഒരുപാട് വലിയ ഒരു സൂപ്പർ മാർക്കറ്റാണ്. ഇതാണ് ഞാൻ ലൈവിലൊക്കെ പറഞ്ഞില്ലേ, ആഫ്രിക്കയിലെ ടീ ഉണ്ടെന്ന്. ആഫ്രിക്കയിലെ ടീ നല്ല കടുപ്പമുള്ള ടീ ഉണ്ടെന്ന് പറഞ്ഞില്ലേ. ആഫ്രിക്കൻ ടീയും കോഫിയും ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇവിടെ തന്നെ ഉള്ളതാണ്. ഇത് ഉഗാണ്ടൻ ടീ ആണ്. ഈ ഇരിക്കുന്നത് ഫുള്ള് ഉഗാണ്ടൻ ടീ ആണ്. പിന്നെ ഇതിൽ കെറിച്ചോ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡുണ്ട്, അത് കെനിയയുടേതാണ്. പക്ഷേ അതും ഭയങ്കര ടേസ്റ്റ്. അതിപ്പം ഇതിൽ ഞാൻ കണ്ടില്ല, നോക്കട്ടെ. അപ്പം കെറിച്ചോ പാക്കിങ് ഭയങ്കര അടിപൊളിയാണ്. ഇത് ഓയിലാണ്. അപ്പം വെളിച്ചെണ്ണ ഇവിടെ അധികം കിട്ടാനില്ല. വെളിച്ചെണ്ണ അഥവാ കിട്ടിയാലും അത്ര ഒരു സുഖമല്ല ഇവിടുത്തെ വെളിച്ചെണ്ണ. ഇതാണ് ഉഗാണ്ട സഫാരി ടീ. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇതിന്. ഇത് ഗാർഡൻ ടീയും ഭയങ്കര ടേസ്റ്റാണ്. അപ്പം ഇവിടുത്തെ ഇതാണ് കെറിച്ചോ എന്ന് പറയുന്നത് കെനിയയുടേതാണ്. അത് പാക്കിങ്ങും ഒക്കെ അടിപൊളിയാണ്. ഭയങ്കര കടുപ്പമാണ്. കെറിച്ചോയുടെ എല്ലാ ഫ്ലേവറും ഇരിപ്പുണ്ട്. ഇതെല്ലാം കെറിച്ചോടേതാണ്. അപ്പം നാട്ടിൽ പോകുന്നവരൊക്കെ ഈ ഒരു ഫ്ലേവറാണ് വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. ഉഗാണ്ടൻ സഫാരി ടീ ഭയങ്കര നല്ലതാണ്. ഇതാണ് കോഫി പൗഡർ. ഇൻസ്റ്റൻ്റ് അല്ല, ഇത് നമ്മൾ വെള്ളം തിളയ്ക്കുമ്പോഴത്തേക്കും കാപ്പിപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് തിളച്ചിട്ട് നമ്മൾ അടച്ചു വെക്കും. അടച്ചു വെച്ച് കഴിഞ്ഞ് ഇത് ഫിൽറ്റർ ചെയ്തെടുക്കും. എടുത്തിട്ട് പഞ്ചസാര വേണ്ടവർ ഇട്ട് കുടിക്കും. അങ്ങനെയാണ്. ഭയങ്കര ടേസ്റ്റ് ആ കോഫി പൗഡർ. ഇൻസ്റ്റൻ്റ് അല്ല. ഇൻസ്റ്റൻറ്റും ഉണ്ട്, പക്ഷേ ഇൻസ്റ്റൻറ്റിനേക്കാളും ടേസ്റ്റ് ഇതാണ്. എല്ലാവരും വാങ്ങിക്കുന്ന സാധനം ഇതാണ്.
അപ്പോൾ ഇതൊരു സാധാരണ സൂപ്പർ മാർക്കറ്റാണ് കേട്ടോ. ഇവിടെ മാളുകളും ഈ സ്ഥലത്ത് മാളില്ല, എന്നാലും കുറച്ച് കെനിയ ബോർഡർ കഴിഞ്ഞ് അപ്പുറത്തേക്ക് പോയാലും ജിഞ്ചയിലൊക്കെ പോയി കഴിഞ്ഞ് ജിഞ്ച എന്ന് പറയുന്ന സ്ഥലത്തെ അവിടെയൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ. അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് വലിയ സൂപ്പർ മാർക്കറ്റുകളുണ്ട്. ഇതും മോശമൊന്നും അല്ല, അത്യാവശ്യം എല്ലാ സംഗതികളും കിട്ടുന്ന സൂപ്പർ മാർക്കറ്റുകളാണ്. എനിക്ക് വാങ്ങേണ്ട സ്ഥലത്ത് മാത്രമേ ഞാൻ പോയുള്ളൂ, എല്ലാ സ്ഥലത്തേക്കും ഞാൻ പോയില്ല. ഇത് ഡ്രിങ്ക്സാണ്. ഇവിടെ ഇതൊരു പ്രത്യേകതയാണ്. ഏതൊരു സ്ഥലത്ത് ഏതൊരു കടകളിൽ പോയാലും സൂപ്പർ മാർക്കറ്റിൽ പോയാലും ഫ്രണ്ടിൽ ഇതുപോലെ ഒരു ഷെൽഫ് നിറച്ചും ഡ്രിങ്ക്സ് കാണും. ഇവിടെ ടാക്സ് ഇല്ല, അതുകൊണ്ട് വലിയ വിലയൊന്നുമില്ല ഈ സാധനങ്ങൾക്ക് എന്നും പറഞ്ഞ് ഇവിടെ ആരും ഇങ്ങനെ കുടിച്ചിട്ട് വഴിയിലൊന്നും കിടക്കുകയും അടി വഴക്കൊന്നും നമ്മളങ്ങനെ കാണാറില്ല. അവർ കുടിച്ചിട്ട് സ്ട്രോങ് ആൾക്കാരായതുകൊണ്ടായിരിക്കും കുടിച്ചിട്ട് മര്യാദയ്ക്ക് അവർ വീട്ടിൽ പോയി കിടക്കും. അങ്ങനെയാണ് ഇവിടുത്തെ രീതി. അപ്പം എപ്പം നോക്കിയാലും നിറച്ചും ഡ്രിങ്ക്സ് കാണും. ചില സമയങ്ങളിൽ വരുമ്പോൾ തീരെ കുറവായിരിക്കും. അത് കഴിഞ്ഞ് ഒരു 3-4 ദിവസം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഫുള്ളും ഫില്ലാക്കി വെച്ചിരിക്കും ഇവർ. അങ്ങനെയാണ്. ഡ്രിങ്ക്സിന് ഒരു പഞ്ഞും ഇല്ലാത്ത ഒരു രാജ്യമാണ് ഉഗാണ്ട, തന്നെയല്ല ആഫ്രിക്ക ഫുള്ളും. ഇത് ഭയങ്കര ഡിമാൻഡുള്ള ഒരു സാധനമാണ് ഈ വൈൽഡ് ആഫ്രിക്ക എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രാൻഡ്. ഇത് കിട്ടാനേ കാണത്തില്ല. ചില സമയങ്ങളിലൊക്കെ വരുമ്പോഴത്തേക്കും കാണത്തില്ല. ഈ മുകളിലിരിക്കുന്നത് ഫുള്ളും ഭയങ്കര വില കൂടിയതാണ്. ഇതാണ് വൈൽഡ് ആഫ്രിക്ക. ഇത് കിട്ടാനെ കൊണ്ട് ചിലപ്പം ബുദ്ധിമുട്ടായിരിക്കും. ഈ സാധനമൊക്കെ തീരെ വിലക്കുറവാണ് കേട്ടോ. ഞാനിത് കയ്യിലെടുത്തെന്ന് മാത്രമേ ഉള്ളേ, വെറുതെ ഒന്ന് എടുത്തിട്ട് അവിടോട്ട് വെച്ചെന്നേ ഉള്ളൂ. ഇതിൻ്റെ കുപ്പിയുടെ ഒരു ഭംഗി കണ്ടിട്ട് അങ്ങ് എടുത്തന്നേ ഉള്ളൂ. അതിനൊക്കെ നമ്മുടെ നാട്ടിലെ 125 രൂപയോ അങ്ങനെയൊക്കെ വിലയേ ഉള്ളൂ ഇതിന്, ഈ സാധനത്തിനൊക്കെ. ഇതൊക്കെ ആർക്ക് വേണമെങ്കിലും വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകാവുന്നതേ ഉള്ളൂ. കുപ്പിക്കൊക്കെ നല്ല ഭംഗിയല്ലേ, അത് കണ്ടുകൊണ്ട് അങ്ങ് എടുത്ത് കയ്യിൽ പിടിച്ചെന്ന് മാത്രമേ ഉള്ളൂ ഞാൻ നേരത്തെ. ഈ ഇരിക്കുന്ന അങ്ങ് മുകളിലത്തെ ഷെൽഫിലിരിക്കുന്നതെല്ലാം നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ളതാണ്. താഴോട്ട് വരുമ്പോഴത്തേക്കും കുറച്ച് വില കുറഞ്ഞതാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. ഉഗാണ്ടൻ മെയ്ഡാണ്. ഉഗാണ്ടൻ വരാഗി എന്നാണ് പറയുന്നത്. ഇതിവിടെ ലോക്കൽ ആൾക്കാരൊക്കെ അടിക്കുന്ന സാധനമാണ് ഉഗാണ്ടൻ വരാഗി. ഇതൊക്കെ ഏത് സമയം വേണമെങ്കിലും ക്യൂ ഒന്നും നിൽക്കേണ്ട, വരിക വാങ്ങിക്കുക പോവുക. അതാണ് ഇവിടെ, ടാക്സ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ മുഴുക്കി അങ്ങനെ കേട്ടോ. ഇവിടെ ഉഗാണ്ടയിലോ അല്ലെങ്കിൽ ഈ ഒരു സ്ഥലത്തോ മാത്രമല്ല, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ മുഴുക്കി ഇങ്ങനെയാണ്. ഉഗാണ്ടൻ വരാഗിയൊക്കെ ഇവിടുത്തെ പ്രോഡക്റ്റാണത്. അപ്പം ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു പോരുകയാണ്. രാത്രിയായിട്ടും ഇങ്ങനെ ആകാശത്തിൻ്റെ കാഴ്ചയാണ് ഇപ്പോൾ ഈ കാണുന്നത്. മഴക്കാറുണ്ട് ഒരുപാട്, എന്നാൽ പോലും പ്രകൃതി നല്ല സുന്ദരിയായിട്ട് നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ്. നല്ല തിരക്കുണ്ട്, റോഡിലൊക്കെ ആണെങ്കിലും നല്ല തിരക്കാണ്. പക്ഷെ മഴ കാര്യമായിട്ടങ്ങ് പെയ്തില്ല, എങ്കിൽ പോലും മഴക്കാറുണ്ടായിരുന്നു നല്ലതായിട്ട്. ഇനി ഒരു ദിവസം എപ്പോഴെങ്കിലും ഞാൻ കാണിക്കാം. തിരിച്ച് ഞങ്ങൾ കമ്പനിയുടെ കോമ്പൗണ്ടിലെത്തി. അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഉഗാണ്ടയിലെ മറ്റൊരു വിശേഷവുമായി ഞാൻ അധികം താമസിയാതെ തന്നെ എത്താം. ടേക്ക് കെയർ, ബൈ, സീ യു. എനിക്കറിഞ്ഞൂടാ പറയാവുന്ന അത്രയല്ലേ